കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറുന്നു എന്നതിൻ്റെ പ്രധാന തെളിവാണ് കളമശ്ശേരി സ്ഫോടന കേസ്. മുൻപൊക്കെ കൂട്ടക്കുരുതി നടത്തിയിരുന്നത് തീവ്രവാദികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ വ്യക്തിവിരോധം തീർക്കാൻ പോലും ബോംബ് സ്ഫോടനം നടത്തുന്ന കാഴ്ച. 2023 ഒക്ടോബർ 9 കളമശ്ശേരിയിലെ കൺവെൻഷൻ സെൻ്ററിൽ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് സ്ഫോടനമുണ്ടായത്. 8 പേർ മരിക്കുകയും 52 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഡൊമിനിക് മാർട്ടിനായിരുന്നു ഏക പ്രതി. യഹോവ സാക്ഷികളുടെ ഇടയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഇപ്പോഴും ദുരൂഹതയുണ്ട്. സമാനമായി കേരളത്തിൻ്റെ മനസ്സിൽ ആളിക്കത്തിയ സംഭവമായിരുന്നു എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ്. ഏപ്രിൽ 2 രാത്രിയായിരുന്നു 2 വയസ്സുകാരി ഉൾപ്പെടെ 3 പേരുടെ ജീവനെടുത്ത സംഭവം. പ്രതി ഷാരൂഖ് സൈഫിയെ പിടികൂടിയെങ്കിലും ഇയാൾ തനിച്ചാണ് കൃത്യം നടത്തിയതെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. കേരളത്തെ ഞെട്ടിച്ച 2 സംഭവങ്ങളായിരുന്നു കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവും എലത്തൂരിലെ ട്രെയിൻ തീവെപ്പും. 2 തീവ്രവാദി ആക്രമണങ്ങൾ. 2ലെയും സമാനത 2ലും ഒരു പ്രതി മാത്രമായിരുന്നു എന്നതാണ്. കൂടുതൽ പ്രതികളിലേക്ക് ചെല്ലാനോ കൂടുതൽ ആളുകൾ ഇതിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്താനോ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. 2 കേസും വളരെ ദുരൂഹമാണ്. കളമശ്ശേരിയിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കളമശ്ശേരിയിലേത് ഒരാശയത്തിൻ്റെയോ മറ്റു കാര്യങ്ങളുടെ പേരിലായിരുന്നില്ല എന്നതാണ്. വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന പേരിലാണ് ഈ ആക്രമണം നടന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ സഭാ വിശ്വാസികളുള്ള എതിർപ്പ് പ്രകടമാക്കുന്നതിന് വേണ്ടിയായിരുന്നു. തൻ്റെ ആശയങ്ങളിൽ തനിക്ക് വന്ന അവരോടുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രതി ഡൊമിനിക് മാർട്ടിൻ ഈ ബോംബ് സ്ഫോടനം നടത്തിയത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഘട്ടം ഘട്ടമായി പല സമയങ്ങളിലായിട്ട് കൊല്ലപ്പെട്ടു. ചികിത്സയിലിരിക്കെയാണ് എല്ലാവരും തന്നെ മരിച്ചത്. മരണം 8 പേരായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം. ഇതിൽ പോലീസ്, അന്വേഷണ ഏജൻസികൾ ഇതെല്ലാം പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക്, ഡൊമിനിക് മാർട്ടിനപ്പുറത്തേക്ക് ഒരു പ്രതിയെ കണ്ടെത്തുന്നതിനോ ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ അവരാരെയും തന്നെ കണ്ടെത്താനായിട്ട് ഇതിൽ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. ദേശീയ അന്വേഷണ ഏജൻസികളടക്കം NIA അടക്കമുള്ളവർ ഇവിടെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. പല രീതിയിലുള്ള പരിശോധനകൾ നടന്നു. ഇതെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇത് ഇയാൾ സ്വയം നിർമ്മിച്ചെടുത്ത ബോംബ്. ഇതിനു വേണ്ടിയുള്ളൊരു പരിജ്ഞാനം ഇയാൾ എവിടെ നിന്ന് നേടി? അയാൾ എവിടെയെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും മോഡ്യൂളുകളിൽ പരീക്ഷണം നടത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലൊരു അന്വേഷണം നടന്നു. പക്ഷേ അയാൾ എവിടെയും തന്നെ വലിയ രീതിയിലൊരു പരീക്ഷണം ഒന്നും നടത്താതെ സ്വന്തം വീടിൻ്റെ ടെറസിലാണ് ഈ ബോംബ് നിർമ്മിച്ചത്. അതിനുശേഷം അത് ഈ പ്രാർത്ഥനാ യോഗം നടക്കുന്ന അവിടെ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നീട് അത് പ്രവർത്തിപ്പിക്കുകയുമായിരുന്നു. വലിയ സ്ഫോടനമാണ് ഉണ്ടായത്. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവർ 8 പേരോളം കൊല്ലപ്പെടുകയും പരിക്കേറ്റവർ അടക്കം 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടായി ഇയാൾ മറ്റാരെങ്കിലും സഹായം തേടുകയും ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നു. ഡൊമിനിക് മാർട്ടിൻ ഇപ്പോൾ റിമാൻഡിൽ, കസ്റ്റഡിയിൽ എല്ലാം തന്നെ വരികയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അയാൾ വിചാരണ വേളയിലാണ് പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസികൾക്ക് ഒരാളെ കണ്ടെത്താനായിട്ട് മറ്റാരെങ്കിലും രീതിയിലൊരു സഹായം ഉണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും എവിടെയും എത്തിയിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് അന്വേഷണം ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും എല്ലാം തന്നെ എത്തുന്നത്. പല രീതിയിൽ ചോദ്യം ചെയ്യലുണ്ടായി. അയാൾ ഗൾഫിലടക്കം ജോലി തേടി പോവുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ അയാളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. താൻ ഒറ്റയ്ക്ക് ഇത് ആസൂത്രണം ചെയ്തു. അത് പുതിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രസിദ്ധപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് വളരെ പെട്ടെന്ന് ഇതിലേക്ക് പ്രതിയിലേക്കടക്കം പോലീസിന് ചെല്ലാൻ കഴിഞ്ഞത്. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നതിനിടെയാണ് പ്രതി താൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലടക്കം ഡൊമിനിക് മാർട്ടിൻ നേരിട്ട് ചെന്നുകൊണ്ട് പറയുകയും ചെയ്യുന്നത്. ആ പറച്ചിൽ മാത്രമാണ് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ളത്. ഇപ്പോഴും പല ചോദ്യങ്ങളും ഇത് സംബന്ധിച്ച് ഉയരുന്നു. വളരെ ദുരൂഹമായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. കേരളത്തെ ഞെട്ടിച്ച ഒരു ആക്രമണം തന്നെയായിരുന്നു. ഇതിൽ 8 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിപ്പോഴും ഈ കേസിൻ്റെ കാര്യത്തിലും ഇപ്പോഴും പല ചോദ്യങ്ങളും അവശേഷിക്കുന്നു എന്നതാണ്.
എലത്തൂർ തീവെപ്പും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നെന്നാണ്. പ്രതി ഷാരൂഖ് സൈഫിയെ പലവട്ടം ചോദ്യം ചെയ്തു, ഇയാളെ പിടികൂടി, പിന്നീട് ചോദ്യം ചെയ്യലുകൾ അടക്കമുണ്ടാകുന്നു. അപ്പോഴും ഇതിനപ്പുറത്തേക്ക് മറ്റൊരാളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ട്രെയിനിനകത്ത് ഇങ്ങനെ ഒരാശയപരമായി അയാൾ ചെയ്യുകയും അയാൾ അവിടെ തീവെപ്പ് നടത്തുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. ഒരു കുട്ടിയടക്കം 3 പേരാണ് ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇതിൻ്റെ അന്വേഷണവും പല ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നു. ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചോ? അയാൾ മറ്റ് കൂട്ടാളികളുണ്ടായോ? എങ്ങനെ ഈ കേരളത്തിലേക്ക് എത്തുന്നു? ഇവിടെ ഇത് എന്തുകൊണ്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു? എന്താണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യുന്നു. അതിനും ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, വലിയ ഉത്തരങ്ങൾ തേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇയാളും ഈ രീതിയിൽ തന്നെ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചു, അത് ചെയ്തു, കേരളത്തിലേക്ക് വന്നു, ഇത് ഈ തീവെപ്പ് നടത്തുകയും ചെയ്തു, 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പോലീസിനും കഴിഞ്ഞിട്ടില്ല. അത് വലിയ രീതിയിലൊരു അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോഴും ആ രീതിയിൽ തന്നെ അവശേഷിക്കുന്നു എന്നതാണ്. ചോദ്യങ്ങൾ പലപ്പോഴും ഇപ്പോഴും അത് തുരുത്തുകളായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നു. എന്തായാലും ഈ 2 സംഭവങ്ങളും പോയ വർഷം കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങളാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല എന്ന് വളരെ അന്ധമായി വിശ്വസിച്ചു പോകുന്ന ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിലാണ് ഇത്തരം ഞെട്ടിപ്പിക്കുന്ന 2 അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരിടത്ത് സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെടുന്നു, മറ്റൊരിടത്ത് ട്രെയിനിൻ്റെ അകത്തുണ്ടായ തീവെപ്പിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ സംഭവങ്ങളായിരുന്നു പോയ വർഷത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളായി നമുക്ക് എടുത്തു കാണുന്നത്. കേരളത്തിലെ സുരക്ഷിതത്വം സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയ 2 കാര്യങ്ങളായിരുന്നു ഇതാണ്.